മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരെന്നാടാ കുട്ടാ? ജിയൻ. ജിയാൻ. ജിയാൻ എന്ത് പ്രശ്നമായിട്ടായിരുന്നു വന്നേ? കണ്ണിന്റെ പ്രശ്നമായിട്ട്. കണ്ണിന് ചൊറിച്ചിലായിരുന്നു അല്ലേ? കണ്ണിൻ്റെ നിറമൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു അല്ലേ? ഒരു യെല്ലോ കളറായിട്ട് അല്ലേ? ഇത് എത്ര കാലമായിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിരുന്നു. പല ഐഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് കുറെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തൊന്നും കുറഞ്ഞില്ല. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് വന്നതാണ്. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ. നേരത്തെ ഈ പീള കെട്ടി ചൊറിച്ചിലും എപ്പോഴും ചുവന്ന കളറായിരുന്നു കണ്ണിന്, അത് മാറിയിട്ടേ ഇല്ല. ചില സമയത്ത് കണ്ണടച്ചോണ്ടായിരുന്നു തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, പക്ഷെ ഒന്നിലും ഒരു വ്യത്യാസം ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി സന്തോഷം. നമ്മൾ അവനെ ചെയ്തത് അലർജി പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്ത് അതിന് കാരണമാകുന്ന സംഗതികളെ നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യുവാണ് ആദ്യമേ ചെയ്തത്. എന്നിട്ട് ഇതിനുള്ള ആൻറ്റിബോഡി, ഇതിൽ കൊടുക്കുന്ന മരുന്ന് വേറെ കെമിക്കൽ മെഡിസിൻസ് ഒന്നുമല്ല, നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ പ്രോട്ടീൻ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുവാണ്. അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റുവാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി. എന്തായാലും ഫുള്ളായിട്ട് മാറട്ടെ. ഒത്തിരി പേർക്ക് ഈ എക്സ്പീരിയൻസ് ഒന്ന് ഒരു ഉപകാരമാവട്ടെ. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? അല്ല, ഫാദറിന്റെ പറഞ്ഞോളൂ. ഓക്കെ, മോന്റെ പറഞ്ഞോടാ. എടുക്കാൻ. ഓക്കെ, ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഗതിയാണ്. ആൾക്കാരിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണ് എക്സാം സമയത്തൊന്നും കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ കണ്ണ് ചൊറിഞ്ഞിട്ട് ഉള്ളിൽ മുറിവ് വരെ ഉണ്ടാകും കുട്ടികൾക്കൊക്കെ. അത് കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം നല്ല കുറവുണ്ടോ മോനെ? ഓക്കെ, വെരി ഗുഡ്. മോൻ ആരാകണമെന്ന് ആഗ്രഹം, അംബീഷൻ എന്താ? അടുത്ത തവണ വരുമ്പോൾ അംബീഷൻ എന്താന്ന് പറയണം കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു സോ മച്ച്. ഓക്കെ.